അപ്പോൾ നമുക്ക് ഏലാച്ചി ഉണ്ടാക്കാമെന്ന്. അതിന് ഒരു മൈദയിലേക്ക് ഇപ്പോൾ ഒരു 1.5 കപ്പ് മൈദ ഉണ്ടാവും. അതിലേക്ക് ഒരു മുട്ട ഒഴിക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടും നമുക്ക് ദോശയ്ക്ക്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയല്ലാത്ത പരുവത്തിൽ നമുക്ക് ഈസി ആയിട്ടൊരു ദോശ പരത്തി എടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയിലേക്ക് പഞ്ചസാരയും ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും ആഡ് ചെയ്യാം. മധുരം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ഇടാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിപ്പോൾ നല്ലോണം പോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല നൈസായിട്ട് ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടോളണമെന്ന് നിർബന്ധമില്ല. ഞാനൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. നമുക്കിനി ഇത് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ വെച്ചാൽ മതി. ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ റോള് റെഡിയായി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. നമുക്കിത് പലതരത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. മാവ് ആക്കിയിട്ട് ഞാൻ വേറൊരു മെത്തേഡും കൂടെ കാണിക്കാം. ആദ്യം നമുക്കിതിങ്ങനെ പരത്താം. കനം കുറച്ച് പരത്താം എപ്പോഴും. നമുക്കിനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ നമുക്കൊരു പോക്കറ്റ് പോലെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ബൈ.